സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസമാവുകയാണ് ആശ്വാസ് 2026 പദ്ധതി. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് സർക്കാർ. നേരത്തെ 2026 ഓഗസ്റ്റ് 31 വരെ നിശ്ചയിച്ചിരുന്ന പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടിയാണ് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിച്ചത്. മഴക്കെടുതി, ഓണാവധി എന്നിവ കണക്കിലെടുത്താണ് സഹകരണ വകുപ്പിന്റെ സുപ്രധാന തീരുമാനം. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾക്ക് ഇളവുകൾ നൽകി തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും നിഷ്ക്രിയ ആസ്തി കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടെയുമാണ് ആശ്വാസ് 2026 എന്ന പേരിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടപ്പിലാക്കി വരുന്നത്. എന്നാൽ മൺസൂൺ കാലത്തുണ്ടായ തീവ്രമായ മഴക്കെടുതി, ഓഗസ്റ്റ് മാസത്തിലെ തുടർച്ചയായ ഓണാവധി തുടങ്ങിയ കാരണങ്ങളാൽ സഹകാരികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും സമയം നീട്ടി നൽകണമെന്നുമുള്ള വ്യാപകമായ ആവശ്യം ഉയർന്നതോടെയാണ് പദ്ധതിയുടെ കാലാവധി ദീർഘിപ്പിച്ചുകൊണ്ട് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരം സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിച്ചത്. പദ്ധതിയുടെ പ്രയോജനം പരമാവധി സഹകാരികൾക്കും ലഭിക്കുന്നതിനാവശ്യമായ പ്രചരണം നൽകുന്നുണ്ടെന്ന് അതാത് അസിസ്റ്റന്റ് രജിസ്ട്രാർമാരും ജോയിന്റ് രജിസ്ട്രാർമാരും ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.